ഹലോ നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു കാർ ഷേപ്പിലുള്ള കേക്ക് എങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം എന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. 8 ഇഞ്ചിൻ്റെ പാനിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ രണ്ട് സൈഡിൽ നിന്നും ഒരേ അളവിൽ ഞാൻ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. അത് നേരെ നമ്മുടെ സെൻറ്ററിലുള്ള പീസിൻ്റെ മുകളിലോട്ട് വയ്ക്കാം. അപ്പോൾ എൻ്റെ സെൻറ്ററിലുള്ള പീസിന് ഇത്തിരി വീതി കുറവായതുകൊണ്ട് സൈഡിൽ നിന്ന് കട്ട് ചെയ്തതിൽ 6 ലെയർ ഉണ്ടല്ലോ, അത് 4 ലെയറാക്കി ഞാൻ വീതി കുറച്ചിട്ടുണ്ട്. അപ്പോൾ മുകളിൽ കറക്റ്റായിട്ട് അളവ് കറക്റ്റാവും. ഇനി നമുക്ക് ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും കുറച്ച് ഭാഗം മുകളിൽ നിന്ന് ഇങ്ങനെ ചെരിച്ച് കട്ട് ചെയ്ത് നമുക്ക് ഫ്രണ്ട് ഗ്ലാസും ബാക്ക് ഗ്ലാസും ആക്കാനാണ്. അത് ഫ്രണ്ട് സൈഡിൽ കുറച്ച് കൂടുതൽ നീളം ലെങ്ത്ത് ഇത്തിരി കൂട്ടിയിട്ട് കട്ട് ചെയ്യാം. ബാക്കിൽ അധികം ലെങ്ത്ത് വേണ്ട, നമുക്ക് ഫ്രണ്ടിൽ മറ്റേ ബോണറ്റിൻ്റെ സൈഡ് കുറച്ച് നീളം കൂട്ടി ചെയ്യാം. ഇനി ഞാനിവിടെ ചോക്ലേറ്റിൻ്റെ ഐസിങ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ കേക്ക് കാറിൻ്റെ കേക്ക് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ബ്രദറിൻ്റെ മകൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അത് ഉണ്ടാക്കുന്നത്. അവൻ കഴിഞ്ഞ വർഷം തൊട്ടേ പറയുന്നതാണ് കാറിൻ്റെ കേക്ക് വേണമെന്ന്. അപ്പോൾ കഴിഞ്ഞ വർഷം ഒരു ഫുട്ബോളിൻ്റെ കേക്കാണ് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അന്നേ അവൻ ബുക്ക് ചെയ്ത ഒരു കാറാണ് അടുത്തത് വേണ്ടതെന്ന്. അപ്പോൾ എനിക്കിങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഐസിങ്ങൊക്കെ ചെയ്ത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഞാൻ അതിൻ്റെ ഗ്ലാസിൻ്റെ സൈഡ് വിൻഡോ ഒക്കെ ഒരു ടൂത്ത് പിക്ക് വെച്ച് വരച്ചതിന് ശേഷം വൈറ്റ് കളറിലാണ് നമ്മൾ ആ സൈഡൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരല്പം വൈറ്റ് ക്രീം മാത്രം ആ വിൻഡോ പെയിൻ്റൊക്കെ അവിടെ വെക്കുന്നുണ്ട്. ഇപ്പോൾ വൈറ്റ് കളറിലുള്ള സാധാരണ ക്രീം ഉപയോഗിച്ച് തന്നെയാണ് ഐസിങ് ചെയ്യുമെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ചോക്ലേറ്റിൻ്റെ ഐസിങ് ക്രീം ആയതുകൊണ്ടാണ് ആ അത്രയും ഭാഗത്ത് മാത്രം വൈറ്റ് കളർ അടിച്ചു കൊടുത്തത്. ഇനി നമ്മൾ ചോക്ലേറ്റും കുറച്ച് വിപ്പിംഗ് ക്രീമും മെൽറ്റ് ചെയ്തിട്ടുള്ള ഇതുകൊണ്ട് എല്ലാ ബോർഡറും വരച്ചു കൊടുക്കുക. പിന്നെ ബ്ലൂ കളർ കാറാണ് പറഞ്ഞിരുന്നത്, അതുകൊണ്ട് ഞാൻ ബ്ലൂ കളറിൽ ക്രീം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ സ്ഥലത്തും നമ്മൾ ചെറിയ ഫ്ലവർ നോസിൽ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അങ്ങോട്ട് കേക്കിൻ്റെ പണി എളുപ്പമാണ്. കാറ് കാണുമ്പോൾ എല്ലാവരും ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് വിചാരിക്കും, പക്ഷെ വളരെ ഈസി ആയിട്ട് നമുക്ക് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാവും. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും. അങ്ങനെ എല്ലാ സൈഡും ഞാൻ ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ക്രീം ഇങ്ങനെ നിറച്ചിങ്ങനെ കൊടുക്കുമ്പോൾ ഒരല്പം ക്ഷമയൊക്കെ വേണം. പിന്നെ ടയറിന് ആയിട്ട് ഞാൻ ഓറിയോയുടെ 2 ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. അതിലത്തെ ക്രീം കളഞ്ഞിട്ട് ഓരോ സൈഡിലും ഈ 2 ബിസ്ക്കറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു നെയിം ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഷുഗർ പോൾസ് വെച്ചിട്ട് ഹെഡ് ലൈറ്റും ബാക്കിലെ ബ്രേക്ക് ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ബ്രദറിൻ്റെ മകനും വളരെയധികം ഇഷ്ടമായി. എല്ലാവരും ഭയങ്കരമായിട്ട് അതിശയിച്ചു എങ്ങനെ കാറിൻ്റെ കേക്കൊക്കെ ഉണ്ടാക്കിയെന്ന്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് അടിക്കണേ, കമൻറ്റ് ചെയ്യണേ. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്